മാന്യപ്രേക്ഷകർക്ക് നമസ്കാരം. മേയർ വി രാജേഷ് നേരിട്ടിറങ്ങി തിരുവനന്തപുരം നഗരസഭാ പരിധിക്കുള്ളില് വലിയ റെയ്ഡിന് നേതൃത്വം കൊടുത്തിരിക്കുന്നു. നിങ്ങൾ ഇതൊന്ന് കേട്ടു നോക്കൂ. സ്വാധീനിച്ചുകൊണ്ട് നിയമങ്ങൾ വയലേറ്റ് ചെയ്തുകൊണ്ടാണ് നിർമ്മാണ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകാനുള്ള പരിശ്രമമെങ്കിൽ ഒരു കാരണവശാലും അവരുടെ മുമ്പിൽ ഒരു വിട്ടുവീഴ്ചയും ഞങ്ങൾ തയ്യാറായില്ല. ശക്തമായ നിയമ നടപടികൾ സ്വീകരിക്കും. ഇപ്പോൾ ഞങ്ങൾ നിൽക്കുന്ന ഈ സ്ഥലത്തുള്ള പുളിമൂടിനടുത്തുള്ള ഈ ഇട റോഡിലെ അനധികൃത നിർമ്മാണം മുൻപ് ഇവിടുത്തെ ഉദ്യോഗസ്ഥർ താഴെത്തട്ടിൽ തന്നെ ഐഡന്റിഫൈ ചെയ്തിട്ട് സ്റ്റോപ്പ് എമ്മോ കൊടുത്തിട്ടുള്ളതാണ്. ഞങ്ങളിപ്പോൾ സ്റ്റോപ്പ് എമ്മോ ചെയ്യാൻ വേണ്ടി എഴുതി തുടങ്ങിയപ്പോഴാണ് ആ വിവരം വരുന്നത്. സ്റ്റോപ്പ് എമ്മോ കൊടുത്തിട്ടും നിർത്താതെയാണ് ഇത് തുടങ്ങിക്കൊണ്ടിരുന്നത്. അപ്പോൾ അടുത്തത് പ്രൊഫഷണൽ മെമ്മോ ആണ് കൊടുക്കേണ്ടത്. പ്രൊഫഷണൽ ഓർഡറാണ്. സെക്ഷൻ 148 അനുസരിച്ചുള്ള പ്രൊഫഷണൽ ഓർഡറാണ് അടുത്ത് കൊടുക്കേണ്ടത്. 406 സെക്ഷൻ 406 അനുസരിച്ചുള്ള പ്രൊഫഷണൽ ഓർഡറാണ് കൊടുക്കേണ്ടത്. ആ പ്രൊഫഷണൽ ഓർഡർ തയ്യാറായിക്കൊണ്ടിരിക്കുക, ഓഫീസിൽ തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങളിപ്പോൾ പ്രൊഫഷണൽ ഓർഡർ കൊടുക്കും. തൊട്ടടുത്തൊരു കെട്ടിടം ഇതുപോലെ തന്നെ പെർമിറ്റ് എടുക്കാതെ അവിടെ നിർമ്മാണം നടക്കുകയാണ്. അവിടെ സ്റ്റോപ്പ് എമ്മോ ഇപ്പോൾ കൊടുക്കുകയാണ്. അപ്പോൾ പ്രൊഫഷണൽ ഓർഡർ കൊടുത്തതിന് ശേഷം അടുത്ത ഘട്ടത്തിലേക്ക് പോകും. അടുത്ത ഘട്ടത്തിലേക്ക് പോകുമ്പോഴേക്കും അതിന് അവർക്ക് വിശദീകരണം നൽകാനുള്ള സമയമുണ്ട് നിയമത്തിൽ. അത് തൃപ്തികരമല്ല എന്നുണ്ടെങ്കിൽ അടുത്ത നടപടികളുമായി കൊണ്ടുവരും. കൺഫർമേഷൻ ഓർഡർ കൊടുത്തിട്ട് മുമ്പോട്ട് പോകും. പിന്നെ ഒരു കാര്യമുണ്ട്, ഇതിവിടെ അവർ തുടങ്ങുകയാണ്. ഇതൊക്കെ ചെറിയ ചെറിയ നിർമ്മാണങ്ങളാണ്. വലിയ കൊലക്കൊമ്പന്മാർ സിറ്റിയിൽ പല സ്ഥലത്തും നിർമ്മിച്ച് മുന്നോട്ട് പോകുന്നതായിട്ട് മനസ്സിലാക്കുന്നുണ്ട്. ഒരു വിട്ടുവീഴ്ചയും ഇല്ല. അതുകൊണ്ട് ഒന്നുകിൽ നിങ്ങൾ തന്നെ പൊളിച്ചു മാറ്റണം, അല്ലെങ്കിൽ ഇവിടെ അവസാനിപ്പിച്ചോളണം. ഒടുവിൽ നിങ്ങളുടെ സമയനഷ്ടവും പണനഷ്ടവും ഉണ്ടാകുന്നതിന് കോർപ്പറേഷൻ ഉത്തരവാദിയായിരിക്കില്ല. നിർമ്മിച്ചു പോയി, അതുകൊണ്ടങ്ങ് പോകട്ടെ എന്ന് കരുതുന്ന നിലപാട് ഈ ഭരണസമിതി സ്വീകരിക്കില്ല. നിയമപരമായിട്ട് നിങ്ങൾക്ക് ഏതറ്റം വരെയും പോവാം, അത് പ്രശ്നമില്ല. പക്ഷേ ഈ നാടിന്റെ സ്വത്തുവകകൾ സംരക്ഷിക്കുവാനുള്ള ഉത്തരവാദിത്വം തിരുവനന്തപുരം കോർപ്പറേഷൻ ഭരണസമിതിക്കുണ്ട്. അക്കാര്യത്തിൽ ഉദ്യോഗസ്ഥരും ഞങ്ങളൊക്കെ തന്നെ കൃത്യമായ തീരുമാനമെടുത്തിട്ടുണ്ട്. സെക്രട്ടറി ഉൾപ്പെടെയുള്ളവർ ഒന്നാണ് നിയമകാര്യപരമായ കാര്യങ്ങൾക്ക് നേതൃത്വം നൽകുന്നത്. ഇപ്പൊ പാളയത്ത് രാത്രിയുടെ മറവിൽ കെട്ടിപ്പൊക്കിയൊക്കെ തന്നെ ഒരു ദിവസം കൊണ്ട് പൊളിച്ചു മാറ്റിയത് എല്ലാവരുടെയും ഓർമ്മയിൽ ഉണ്ടാകണമെന്നാണ് ഞങ്ങൾക്ക് വിനയപുരസരം. നിങ്ങൾ കേട്ടില്ലേ, ഏത് കൊലകൊമ്പത്തുള്ളവരാണെങ്കിലും നിയമം തെറ്റിച്ച് തിരുവനന്തപുരം നഗരസഭാ പരിധിക്കുള്ളിൽ ഒരു ബിൽഡിംഗ് കെട്ടിപ്പൊക്കിയാൽ അതിന് പൂട്ടിട്ടിരിക്കുമെന്ന് പച്ചക്ക് മാധ്യമങ്ങൾക്ക് മുന്നിൽ നിന്ന് മേയർ വി രാജേഷ് പ്രഖ്യാപിച്ചതിന്റെ ചെറിയൊരു ഭാഗമാണ് നിങ്ങൾ കേട്ടിട്ടുള്ളത്. മേയർ നേരിട്ടിറങ്ങിയതാ അനധികൃതമായിട്ട് കെട്ടിപ്പൊക്കിയ സകലതിനും പൂട്ടിടാൻ. ഉദ്യോഗസ്ഥന്മാര് പറഞ്ഞിട്ടും അത് വകവെക്കാതെ പല കൊലകൊമ്പന്മാരും ബിൽഡിങ്ങിന്റെ പണിയൊക്കെ പൂർത്തീകരിച്ച് കട ഉദ്ഘാടനത്തിലേക്കൊക്കെ എത്തിച്ചിരുന്നു. അത്തരത്തിലുള്ള ഒരു റെസ്റ്റോറന്റ് ആണ്, ഒരു കുഴിമന്തി റെസ്റ്റോറന്റ് സംസം എന്ന് പറയുന്നത്. അതിനൊക്കെ തന്നെ ഉദ്യോഗസ്ഥന്മാരൊക്കെ നേരിട്ടെത്തിയിട്ട് പൂട്ടിട്ടങ്ങ് കൊടുത്തിട്ടുണ്ട്. ഇത്തരത്തിൽ നടപടികള് നമ്മുടെ കേരളത്തിൽ മറ്റാരെങ്കിലും എടുക്കുന്നുണ്ടോ? ഇതുകൊണ്ടൊക്കെയുള്ള ഒരു ഗുണം എന്ന് പറയുന്നത്, ഒരു ചെറിയ മഴ പെയ്യുമ്പോഴേക്ക് നമ്മുടെ തലസ്ഥാന നഗരിയുടെ അവസ്ഥ എന്തായിരുന്നു? കൃത്യമായിട്ട് കാര്യങ്ങൾ ചെയ്തത് കൊണ്ടല്ലേ ഈ കനത്ത മഴയിൽ തിരുവനന്തപുരത്ത് തലസ്ഥാന നഗരയിൽ റോട്ടിൽ നിറയെ വെള്ളം നിന്നിട്ടുണ്ടായിരുന്നില്ല. 200ഓളം ലോഡ് മാലിന്യം, ചെളി ഉൾപ്പെടെ ലോഡ് കണക്കിന് മേയറുടെ കോർപ്പറേഷന്റെ നേതൃത്വത്തിൽ നിന്ന് ഓടയിൽ നിന്നൊക്കെ എടുത്തു മാറ്റി. അതോടുകൂടി വെള്ളത്തിന് ഒഴുക്കുണ്ട്. അതോടുകൂടി വെള്ളം ഈ കെട്ടിപ്പൊങ്ങി നിൽക്കുന്ന ആ ഒരു സംവിധാനം ഇല്ലാതെയായി. ഈ അനധികൃത കെട്ടിടങ്ങൾ ഉണ്ടല്ലോ, നിയമം തെറ്റിച്ചുകൊണ്ട് ഉണ്ടാക്കുന്ന കെട്ടിടങ്ങൾ കൊണ്ട് വലിയ ഉപദ്രവമാണ് നാടിനുണ്ടാവുന്നത്. ഇവിടെ ഏതെങ്കിലും കുറച്ച് ഉദ്യോഗസ്ഥന്മാരെ സ്വാധീനിക്കും. ഇത് തലസ്ഥാന നഗരിയിൽ മാത്രമുള്ള പ്രശ്നമല്ല, നമ്മുടെ കേരളത്തിൽ ഉടനീളമുള്ളതാണ്. ഏതെങ്കിലും കൊലകമ്പന്മാർ, അതായത് ക്യാഷൊക്കെ വലിയ രീതിയിലുള്ള ആളുകൾക്ക് ഏത് സ്ഥലത്തും കെട്ടിപ്പൊക്കാം, ഏത് ബിൽഡിങ്ങും. അതിന് കുറച്ച് ഉദ്യോഗസ്ഥന്മാർ അതിനായിട്ട് തുനിഞ്ഞിറങ്ങി നിൽക്കുന്നുണ്ട്. അത്തരം ഉദ്യോഗസ്ഥന്മാരെയൊക്കെ സ്വാധീനിച്ചിട്ട് തലസ്ഥാന നഗരിയിൽ ആ പണിക്കിറങ്ങിയതാ. എന്നിട്ട് സ്റ്റോപ്പ് മെമ്മോ കൊടുത്തിട്ട് പോലും വകവെക്കാതെ സംസം റെസ്റ്റോറന്റ് ഒക്കെ മുന്നോട്ട് പോയി. അതിനൊക്കെ നേരിട്ട് പൂട്ടങ്ങ് ഇട്ടിട്ടുണ്ട്. അതും മേയർ നേരിട്ടിറങ്ങുക, ഓരോന്നിന്റെ അടുത്തേക്കും മേയർ നേരിട്ടിറങ്ങുക, പൂട്ടേണ്ടത് പൂട്ടിക്കുക തന്നെ ചെയ്യണം. അല്ല, നമ്മുടെ കേരളത്തിൽ എന്റെ ലളിതമായ ചോദ്യമാണ്, വേറെ ഏതെങ്കിലും മേയർമാരും ഉണ്ടോ? അങ്ങനെ ഉണ്ടെങ്കിൽ അവരുടെ പേര് നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയോ? എന്തുകൊണ്ടാണെന്നോ അറിയാത്തത്? നാടിനും സാധാരണക്കാർക്കും വേണ്ടിയിട്ട് ഒരു ചുക്കും മറ്റ് മേയർമാർ ചെയ്യാത്തത് കൊണ്ടാ.
അങ്ങനെ ഏതെങ്കിലും മേയർമാർ ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ അതും വീഡിയോ ചെയ്യാൻ തയ്യാറാ. നാടിന് ഗുണമുണ്ടാവുന്നത് ഏത് പാർട്ടി ആയിക്കൊള്ളട്ടെ, ഏതാളായിക്കൊള്ളട്ടെ, നമ്മൾ വീഡിയോ ചെയ്ത് ജനങ്ങളിലേക്ക് എത്തിക്കും. നമ്മുടെ കേരളത്തിലെ മറ്റു മേയർമാരൊക്കെ എന്തു ഉണ്ടയാണ് നാടിന് വേണ്ടി ചെയ്യുന്നത്. നമ്മുടെ ഇടതുപക്ഷവും UDF-ഉം വലിയ രീതിയിൽ തലസ്ഥാന നഗരിയിൽ വെള്ളക്കെട്ടോ എന്ന് പറഞ്ഞ്, മാലിന്യമോ എന്ന് പറഞ്ഞ് എന്തൊക്കെ ബഹളായിരുന്നു. കനത്ത മഴ പെയ്ത് കേരളത്തിന്റെ പല ഭാഗങ്ങളിൽ പല റോഡുകളില് വെള്ളം കയറി വലിയ ബുദ്ധിമുട്ടിലേക്ക് എത്തിയ സമയത്ത് തലസ്ഥാന നഗരിയിൽ മാത്രം വെള്ളം കെട്ടി നിന്നിട്ടില്ല. ആകെ 6 മാസമൊക്കെ ആവുന്നേ ഉള്ളൂ, അല്ല ഏറിപ്പോയാൽ 6 മാസം കഴിഞ്ഞിട്ടുണ്ടാവും തലസ്ഥാന നഗരിയിലേക്ക് BJP ഭരിക്കൽ തുടങ്ങിയിട്ടേ. ഇപ്പോ തലസ്ഥാന നഗരിയിൽ വെള്ളം കെട്ടി നിൽക്കുന്നില്ല, മാലിന്യം കുന്നുകൂടി മുക്കിന് ഇല്ല. ഇതൊക്കെ വലിയ രീതിയിൽ ഒരു മാറ്റം BJP ഇതിനോടകം കൊണ്ടുവന്നത് കൊണ്ടാ. അങ്ങനെ വെറുതെ അങ്ങ് ഉണ്ടായി വന്നതുമല്ല. BJP വന്നപ്പോഴേക്ക് വെള്ളം പേടിച്ചോടിയതൊന്നുമല്ല, മറിച്ച് കൃത്യമായ പ്ലാൻ ചെയ്തിട്ട് കാര്യങ്ങൾ നഗരസഭ ചെയ്തതുകൊണ്ടാ. ഇത് കണ്ടിൽ ഒരു മേയർ നേരിട്ടിറങ്ങുക. നിങ്ങൾക്ക് ആർക്കെങ്കിലും തോന്നുന്നുണ്ടോ തിരുവനന്തപുരത്ത് മാത്രമേ അനധികൃത കെട്ടിടമൊക്കെ പൊങ്ങുന്നുള്ളൂ, പണി പൂർത്തീകരിക്കുന്നുള്ളൂ എന്ന്? കേരളത്തിന്റെ നാനാഭാഗങ്ങളിലും അനധികൃതമായിട്ട് കെട്ടിടങ്ങളൊക്കെ ഉയരുന്നുണ്ട്. അത്തരം കെട്ടിടങ്ങളൊക്കെ ഉയരുന്നത് കൊണ്ടാണ് ഒരു ചെറിയ ചാറ്റൽ മഴ പെയ്യുമ്പോഴേക്ക് കാണുന്ന സകല റോട്ടിലും വെള്ളമൊക്കെ കയറിയിട്ട് വീടുകളിൽ താമസിക്കാൻ പോലും പറ്റാത്ത അവസ്ഥയിലേക്ക് കേരള ജനത എത്തുന്നത്. നമ്മുടെ ജനപ്രതിനിധികൾക്ക് നട്ടലില്ലാത്തത് കൊണ്ടാണ്. ഇവിടെയുള്ള UDF-ന്റെയും LDF-ന്റെയും MLA-മാര് ഇവിടെ ഒന്നും ജനങ്ങൾക്ക് വേണ്ടി ചെയ്യാതിട്ടാ. ഇപ്പൊ ഒരു കോർപ്പറേഷൻ ഭരിക്കാൻ BJP എത്തിയപ്പോഴേക്ക് അനധികൃതമായിട്ട് ഉണ്ടാക്കുന്ന അവരേത് ഉദ്യോഗസ്ഥന്മാരെ സ്വാധീനിച്ചാലും മേയർ VV രാജേഷിനെ സ്വാധീനിക്കാൻ സാധിക്കില്ല. കാരണം അദ്ദേഹം ജനങ്ങൾക്ക് വേണ്ടിയാ, സാധാരണക്കാർക്ക് വേണ്ടിയാ, മലയാളികൾക്ക് വേണ്ടിയാ, നാളേക്ക് വേണ്ടിയാണ്. ദീർഘവീക്ഷണത്തോടു കൂടിയാണ് അദ്ദേഹം ഓരോ കാര്യങ്ങളും ചെയ്ത് മുന്നോട്ട് പോകുന്നത്. അപ്പൊ അദ്ദേഹത്തെ ഒന്നും കൊടുത്ത് സ്വാധീനിക്കാൻ സാധിക്കൂല. അതുകൊണ്ട് തന്നെ അദ്ദേഹം ജനങ്ങൾക്ക് വേണ്ടി നേരിട്ട് രംഗത്തെത്തുക. ഏതെങ്കിലും ദുക്കളായ ഏതെങ്കിലും ഉദ്യോഗസ്ഥരെ വെച്ച് അനധികൃതമായിട്ട് അങ്ങ് കെട്ടിപ്പൊക്കാം, ഇനി ഉണ്ടാക്കി കഴിഞ്ഞിട്ടോ ഉണ്ടാക്കിപ്പോയല്ലോ അതുകൊണ്ട് ഇനി അങ്ങ് പോവട്ടെ എന്നൊന്നും ആരും കരുതേണ്ട എന്ന് പ്രഖ്യാപിച്ചത് മറ്റാരുമല്ല, മേയർ തന്നെയാ. നഗരസഭ കൃത്യമായിട്ട് പ്രഖ്യാപനം നടത്തി. തലസ്ഥാന നഗരിയിൽ ഒരു കളിക്കും ഒരുത്തരും നിൽക്കണ്ട എന്നുള്ളത്. ഇതൊക്കെ വിവേകത്തോടു കൂടി സകല മലയാളികളും തിരിച്ചറിയാം. ഈ ഒരു വീഡിയോ ഒക്കെ നിങ്ങൾ പരമാവധി ആളുകളിലേക്ക് എത്തിക്കണം. കാരണം മറ്റൊന്നും കൊണ്ടല്ല, നമ്മുടെ തലസ്ഥാന നഗരിയിൽ മേയർ ഇന്ന കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. BJP തലസ്ഥാന നഗരിയിൽ ഭരിച്ചതോട് കൂടിയിട്ട് അവിടെ വെള്ളക്കെട്ട് പോലും ഇല്ലാതെയാവുന്നു. റോട്ടിൽ നിറയുന്ന വെള്ളക്കെട്ടുകൾ ഇപ്പോൾ ഇല്ലാതെയാവുന്നു. അത് വെറുതെ ആവുന്നതല്ല, അത് മേയർ കൃത്യമായിട്ട് ഇത്തരം പൂട്ടിച്ച് തന്നെ രംഗത്തെത്തുന്നത് കൊണ്ടാണ്. കൃത്യമായ പ്ലാൻ മേയർക്ക് തിരുവനന്തപുരം നഗരസഭയ്ക്ക് ഉണ്ടായത് കൊണ്ടാണ് ഇപ്രാവശ്യത്തെ കനത്ത മഴയിൽ വെള്ളം കെട്ടി റോട്ടിൽ നിറയെ വെള്ളമില്ലാതിരുന്നതൊക്കെ തന്നെ. ഇതൊക്കെ കേരളത്തിലെ എല്ലാ സ്ഥലങ്ങളിലും ചെയ്യാൻ സാധിക്കൂ. അനധികൃതമായിട്ട് ഉണ്ടാക്കുന്നതിനൊക്കെ തന്നെ കൃത്യമായിട്ട് ബ്ലോക്ക് ഇട്ട് അനധികൃതമായിട്ട് ഏത് കൊമ്പന്റെ ബിൽഡിംഗ് ആണെങ്കിലും അത് പൊളിച്ചു മാറ്റിയാലൊക്കെ തന്നെ ഇവിടെ വെള്ളത്തിന് പോകാനൊരു സ്ഥലം വേണം. അങ്ങത്തരം സൗകര്യങ്ങളൊക്കെ ഉണ്ടാക്കിയാൽ വരുന്ന കാലത്തെങ്കിലും വെള്ളം കനത്ത മഴ പെയ്യുമ്പോ വീട്ടിൽ സമാധാനത്തിലിരിക്കാം. ഇവിടെ ഭരിക്കുന്നവരുടെ പോരായ്മ തന്നെയാ കേരളത്തിന്റെ ഓരോ ഭാഗങ്ങളിലും വെള്ളം കയറുന്നത്. ഇപ്പൊ തലസ്ഥാന നഗരിയിൽ മേയർ അധികാരത്തിലേക്ക് VV രാജേഷ് മേയർ സീറ്റിലേക്ക് എത്തിയതോട് കൂടിയല്ലേ തലസ്ഥാന നഗരിയിൽ ആ വെള്ളക്കെട്ടൊന്നും ഇല്ലാതെയാവുന്നത്. ഇതൊക്കെ സകല മലയാളികളും തിരിച്ചറിയാം. വിവേകമുള്ള ആളുകള് നമ്മുടെ കേരളത്തിലെ പ്രധാനപ്പെട്ട സ്ഥാനങ്ങളിലേക്ക് എത്തട്ടെ. നമ്മുടെ നാട് ഇനിയും ഒരുപാട് പുരോഗമിക്കുമെന്നുള്ളതും സകലരും തിരിച്ചറിയുക.